ഒരുമിച്ച് കടന്നു വരികയാണല്ലോ കർത്താവേ, സ്തോത്രം. ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ അതാത്മീയമായ ബലവും ദൈവത്തിൽ അടുക്കുവാനും കർത്താവിനെ സഹായിക്കണമേ. ദൈവം ഞങ്ങൾ സംസാരിക്കുന്ന ദൈവകൃത്യമായ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ദാസനെ അധികമായി ശക്തമായി എടുത്ത് ഉപയോഗിക്കുന്ന വലിയ കൃപക്കായി സ്തോത്ര. കർത്താവേ, സ്തോത്ര. ഹാലേലൂയ. നല്ല ആലോചനകൾ, മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ ദൈവമേ ഞങ്ങളെ വെളിപ്പെടുന്ന വലിയ കൃപക്കായി സ്തോത്ര. ദൈവമക്കളെ എല്ലാവരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വായിക്കപ്പെട്ട ദൈവവചനത്തിൽ കൂടെ, സങ്കീർത്തനത്തിൽ കൂടെ നല്ല ആലോചന കേൾക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. അവിടുത്തെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന് പിതാവേ, ആമേൻ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് സഹായവുമായി കൂടി വരുവാൻ ദൈവവിടെയാക്കിയതായ ഈ വലിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവനും ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ അത്ഭുതകരമായി ദൈവം നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നു. അതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പുതിയതായിട്ട് നമ്മുടെ മധ്യ ചില ദൈവമക്കള് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആ സഹോദരിയുടെ പേര് ശശികല എന്നാണ്. ഹിന്ദു ആശാരി വിഭാഗത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മറ്റും ഇരിക്കുന്ന പാസ്റ്റർ പേര് പാസ്റ്റർ ബൈജു എന്നാണ്. അദ്ദേഹം സുവിശേഷ വേലയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ധാരാളം പരസ്യങ്ങളൊക്കെ നടത്തുകയും അതുപോലെ ഗാന്ധി പാർക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും അങ്ങനെ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസനെ വിനോദം എന്നാണ് വലിയ ശ്രീകാര്യത്ത് താമസിക്കുന്നു. അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്കൊരു ചെറിയ കൂട്ടമായിട്ട് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം നൽകി. അതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. സാക്ഷ്യങ്ങളായിട്ട് വാക്കുകൾ പറയണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ശശികല സിസ്റ്റർ തന്നെ സാക്ഷിയൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് പറയണം. പിന്നെയുള്ള നമ്മുടെ താല്പര്യപ്പെട്ട് ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ നമുക്ക് ദൈവത്തിൽ കർത്താവിനദാസൻ ദൈവവചനത്തിലൂടെ സംസാരിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കും. പരിശുദ്ധമായതാണ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും ദൈവത്തെ അറിയാൻ മഹാഭാഗ്യം നൽകി. പാസ് പറയുന്നതുപോലെ നമ്മളൊക്കെ ഒരുമിച്ച് ഏരിയയിൽ നിന്ന് വരുന്നത്
പാച്ചലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. സമുദായം പറയണല്ല എങ്കിലും കൃപയാല് ഞങ്ങൾ വന്നതിന് ശേഷം ചന്ദ്രി എന്നുള്ള ഒരു ആന്റിയും വന്ന ദൈവത്തെ അറിയാൻ ദൈവം ഭാഗ്യം നൽകി. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തെ അറിയാൻ ഞാനും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ കൃപയാല് മറുപടി ബൈബിൾ തന്നെ ഉണ്ട്. ഞങ്ങള് ചന്ദ്രി ആന്റിയൊക്കെ ചേർന്ന് ഞങ്ങളെ ബന്ധുക്കൾക്കൊക്കെ ശേഷം കൃപയാല് ആശാരി സമുദായം അവിടെ എല്ലാവരും ദൈവസന്നിധിയിലാണ്. എനിക്ക് 4 സഹോദരന്മാരോട് പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയെല്ലാം മരിച്ചുപോയി. ആ ദൈവസന്നിധി വന്ന ആശാരിമാരെല്ലാം കൃപയാൽ എന്നെക്കാൾ കൂടുതൽ സുവിശേഷം അറിയിക്കുന്നവരാണ്. ഞാനും ചെറുതായിട്ട് എഴുതുകയും ദൈവവചനം ഔട്ട്സൈഡ് കേരളത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്ററായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പാസ്റ്റർ ഇങ്ങനെ ആലോചിച്ചു. ദൈവവേദനാണെങ്കിൽ അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാസം ഒറീസയിൽ പോകാനായിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. പിന്നെയും അല്പം ഡിലേ ആവശ്യപ്പെട്ടിരിക്കണം. എൻ്റെ സഹോദരന്മാർക്കൂടി പ്രാർത്ഥിക്കണം, പ്രവർത്തനത്തിൽ പ്രാർത്ഥിക്കണം. വലിയായിട്ട് ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിലായിരുന്നു. സമയമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം തന്ന അത്ഭുതങ്ങളിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തോളം ചേർന്ന് നന്മക്കായി നിന്ന് ഇനി ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ നല്ലതെന്ന് അറിയുന്ന എൻ്റെ മൂത്തമ്മ മടങ്ങി വരുവാനും പിന്മാറ്റത്തിലാണോ മടങ്ങി വരുവാനും ദൈവങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അവരുടെ ഇളയപ്പോഴും ദൈവസഭയിൽ കടന്നു വരുവാൻ ദൈവം പ്രാർത്ഥിക്കണം. അതിന് പൂർണ്ണ വിടുതൽ കൊടുക്കാൻ ദൈവം പ്രാർത്ഥിക്കണം. മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. വീണ്ടും മാതാട്ടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. കഴിഞ്ഞ രാഴ്ചകളൊക്കെയും കർത്താപരമായി സൂക്ഷിക്കുന്നതായിരിക്കും ചെയ്ത പ്രവർത്തനങ്ങളോട് സ്തോത്രം. കഴിഞ്ഞ 33 വർഷങ്ങളായിട്ട് കർത്താവിന്റെ ഈ പ്രവർത്തനം നടക്കുവാൻ ദൈവവിടെയാക്കിയതിനെ എന്നോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. അടിയുടെയും ഓർത്ത് ദൈവങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ആവശ്യപ്പെടുകയാണ്. കർത്താവിന്റെ ദൈവം അധികം പ്രവർത്തിപ്പാൻ ആവശ്യമായ ആരോഗ്യം വരെയൊക്കെ കർത്താവ് നൽകുന്നതിന് വേണ്ടി കർത്താവിന്റെ കൃപയെല്ലാം നൽകുന്നതിന് വേണ്ടി ദൈവമൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയത്താണ്. അഭിഷേകം ഓരോ ദിവസവും ഞങ്ങളിൽ ശക്തിപ്രായണമെന്ന് പ്രാർത്ഥിച്ചു. നമുക്കൊരു നിമിഷം ദൈവനാമമാകട്ടെ. വളരെ നാളായി ഈ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലായി തന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി എല്ലാം നന്ദി പറയുന്നു. ഇനിയും പലരും കുടുംബത്തിൽ നിന്ന് തന്നെ കർത്താവിലേക്ക് തിരിയേണ്ടതായിട്ട് ഉണ്ട്. അതിനൊക്കെ വേണ്ടി സഭയോട് എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇത്രയും പേരെ കൂട്ടി വരുത്തിയല്ലോ. അതിനായിട്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ ഒരു സാക്ഷ്യമായിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനം ഈ ജയിലുകളിലാണ് ആദ്യം ആരംഭിക്കുന്നത്. ദൈവകൃപയാൽ കഴിഞ്ഞ ദിവസം 33 വർഷം പൂർത്തിയാകാനായിട്ടിടയായി. കഴിഞ്ഞ 84 ജൂൺ മാസം 10-ാം തീയതിയാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്നലെ ജൂൺ 10 ആയപ്പോഴേക്കും 33 വർഷമായി. ദൈവത്തിന് സ്തോത്രം. ദൈവം കഴിഞ്ഞ 33 വർഷവും ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു. ഇതുവരെയും പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജയിൽ മിനിസ്ട്രിക്ക് ഗവൺമെൻറ്റുകൾ മാറി വരും, DGPമാർ മാറി വരും, ഇതിനോട് താല്പര്യമുള്ളവർ വരും, അനുകൂലമുള്ളവർ വരും, പല വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം ഒരു മുടക്കവും കൂടാതെ ഇതുവരെയും പ്രവർത്തനം നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പലയിടത്തും സഭകൾ ആരംഭിക്കാനും പല സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവകൃപ നൽകി. ഇത്രത്തോളം കർത്താവ് നിലനിർത്തി. അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപരമാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായ സാക്ഷികളെല്ലാം ഓർത്ത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ച് നടത്തി ഒന്നുമില്ലായ്മയിൽ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു.
നമുക്ക് അതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യാം. സാക്ഷ്യം പറഞ്ഞ എല്ലാവരും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും പരിശുദ്ധാത്മാവലാൽ നിറയ്ക്കുവാൻ, ദൈവകൃപയാൽ നിറയ്ക്കുവാൻ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നമ്മുടെ സ്നേഹിതരിൽ അനേകം ഇനി രക്ഷിക്കപ്പെടുവാനുണ്ട്, ദൈവഭാഗത്ത് വരാനുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവഭാഗത്ത് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ ആത്മാവുകളെല്ലാം പ്രവർത്തിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ദൈവം ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം, ശക്തീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടെ ഇന്ത്യ രാജ്യത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ സുവിശേഷം കൊണ്ട് നിറയാൻ, ഇന്ത്യയിൽ എവിടെയെല്ലാം ഈ സുവിശേഷം എത്താനുണ്ട് അവിടെയെല്ലാം സുവിശേഷം എത്തിച്ചേരുവാൻ, എവിടെയെല്ലാം സഭകളില്ലാത്ത സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം ദൈവവചനപ്രകാരമുള്ള സഭകൾ സ്ഥാപിതമാകാൻ പ്രാർത്ഥിക്കാം. ഇനി ഇന്ത്യയിൽ എത്രയോ ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അവിടെ എല്ലാ ഭാഷകളിലും ദൈവം എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ഓർക്കാം. നമ്മുടെ രാജ്യത്ത് വേഗത്തിൽ സുവിശേഷം കൊണ്ട് പറയാൻ പല നിയമങ്ങളും നമുക്ക് ഓരോ ദിവസവും നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സുവിശേഷ വേലയ്ക്ക് ഇന്ത്യയിൽ തുറന്നിരിക്കുന്ന വാതിൽ നമ്മുടെ കർത്താവിൻ്റെ വരവരെയും അത് തുറന്നു കിടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ ഇന്ത്യൻ ദൈവം വലിയൊരു ഉണർവിനെ ദൈവം വഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഓർക്കാം. നമുക്കറിയാം ഖത്തറിലൊക്കെ പ്രശ്നമാണ്, പലയിടത്തും പ്രശ്നങ്ങളാണ്. IS ഒക്കെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തെല്ലാ രാജ്യങ്ങളും സമാധാനത്തിൽ നടക്കുവാൻ, എല്ലാ സുവിശേഷത്തിൽ ഈ ഗൾഫ് മേഖലയിൽ സുവിശേഷത്തിന് വാതിൽ അടഞ്ഞ ഇസ്ലാം രാഷ്ട്രങ്ങളിൽ തീർച്ചയായിട്ടും അതിൽ സുവിശേഷത്തിന് വാതിലുകളെ ദൈവം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകവ്യാപകമായ ഉണർവ് ദൈവം അയക്കുവാൻ, ലോക സുവിശേഷീകരണം ഈ തലമുറയിൽ തന്നെ നടക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മളെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇനി അനേക സുവിശേഷ വേലക്കാരൻ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ എണ്ണം, ദൈവമക്കളുടെ എണ്ണം വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ രാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് സുവിശേഷത്തിന് വേണ്ടി വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ആദിവാസികളിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരെല്ലാം ദൈവം സൂക്ഷിക്കുവാൻ വേണ്ടി സുവിശേഷത്തിലേക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. യേശു ക്രിസ്തുവാണ് ദൈവമെന്നും രക്ഷിതാവെന്നും ലോക ജനത അറിയുന്നതിനായിട്ട് ഹല്ലേലൂയ അനേകരുടെ കണ്ണുകളെ ദൈവം തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രവർത്തനത്തെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ഇതിനെ അനുഗ്രഹിക്കുവാൻ, ദൈവം അനേകരുടെ കൂട്ടിവരുത്തുവാൻ, ഈ പ്രവർത്തനം അനുഗ്രഹമായി മുന്നേറുവാൻ, ദൈവഹിതപ്രകാരം മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് കേൾക്കുന്ന ദൈവവചന ധ്യാനം നമുക്ക് അനുഗ്രഹമായി തീരുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല പകലിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, തിരുസന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ, കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ ഈ പകൽക്കാലം ഒരു അവസരം ദൈവം ദാനമായി തന്നല്ലോ. എല്ലാ കൃപകൾക്കായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളായി പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവസന്നിധിയിൽ പറഞ്ഞ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ കൃപ ഓരോരുത്തരുടെ മേലോർത്ത് പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവെ കഴിഞ്ഞ 33 വർഷക്കാലം ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു. ദൈവോടൊന്ന് സഹായിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും ഈ പ്രവർത്തനം അധികം ശക്തിയോടെ വളരുവാൻ, കർത്താവെ, അനേകർക്ക് പ്രയോജനകരമായ അനേകരുടെ വിടുതലും രക്ഷയ്ക്കും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവമേ, ശക്തമായ ദൈവം അവിടുന്ന് ഉപയോഗിക്കണമേ. പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെ ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തിന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു സുവിശേഷ രാജ്യമായി തീരുവാൻ ദൈവം സഹായിക്കണമേ.
കർത്താവയുടെ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ മിഷണറി വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ ഇന്ത്യയിൽ സുവിശേഷം കൊണ്ട് നിറയുവാൻ, കർത്താവെ സഭ പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത ഇടങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുവാൻ ഇവിടെ കർത്താവെ വിശ്വസ്തരായ വേലക്കാരെ ദൈവം അയക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുവിശേഷത്തിന്റെ വാതിലുകൾ അവൻ അടഞ്ഞിടക്കുന്നിടത്ത് അത് തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവോടൊന്ന് വലിയവ ചെയ്യണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവേ ലോകരാഷ്ട്രങ്ങളിൽ സുവിശേഷമായി പോകുവാൻ ആമേ പോകുന്ന ടീമുകളൊക്കെ ദൈവോടൊന്ന് അനുഗ്രഹിക്കണം. അവരെല്ലാം ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ദൈവകൃപയ്ക്കുള്ളിൽ അവിടുന്ന് മറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേ കേൾക്കുവാൻ പോകുന്ന ദൈവവചനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ആവശ്യമായ ദൈവശബ്ദം ദൈവം നൽകണമേ. കർത്താവേ കേൾക്കുന്ന ദൈവവചനങ്ങളെല്ലാം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ദൈവം ദീർഘമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതൊരു കൂടിവരവ് ദൈവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് അങ്ങനെ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ ഹാലേലൂയ. ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കുള്ളിൽ മറയ്ക്കും. സകല മഹത്വവും പുകഴ്ച അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഇത്രയും പേർക്ക് ദൈവത്തിലായിരിക്കാനിടയായി. നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന ചിലർക്ക് വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഗോപി സോനും കുടുംബവും പനിയായിട്ടൊക്കെ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ അവർ വീട്ടിലുണ്ട്, വിശ്രമിക്കുകയാണ്. അവരുടെ പൂർണ്ണ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ രണ്ട് ദൈവദാസന്മാരും നമ്മോട് അവർക്ക് ദൈവം കൊടുക്കുന്ന ആലോചന നമ്മോട് അറിയിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സഭായം അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന 200ാമത്തെ പാട്ട് പാടാം. അതിനുശേഷം ദാസന്മാർ നമ്മോട് സംസാരിക്കും. 200ാമത്തെ പാട്ട് സ്വർഗീയ പിതാവ് തിരുഹിതം 200. സ്വർഗീയ പിതാവേ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുമോ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുമോ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യോ. നിന്യമാണെനിക്ക് ലോകലാവണ്യോ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ജ്ഞാനവനുള്ള കൈയിരിക്കയാൽ ആരും
ചെയ്യുവാൻ ഞാനവരുള്ളോ കൈവിരിക്കയാൻ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നോ നേരിടുന്നതല്ല ഇന്നെനിക്കു വന്നോ നേരിടുന്നതല്ല തൻഹിതമാണെന്നോ ഞാനറിയുന്നു തൻഹിതമാണെന്നോ ഞാനറിയുന്നു എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിരുന്നു യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിരുന്നു ദൈവാനിഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവാനിഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ മുരിച്ചു നിത്യം ജീവിച്ചിടുന്നു ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ മുരിച്ചു നിത്യം ജീവിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേദികയ്ക്കുള്ള എന്റെ ആകായോ വേദികയ്ക്കുള്ള എന്റെ ആകായോ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ദൈവത്തിന് സ്തോത്രം. ഇവിടെയായിരിക്കുന്ന കർത്താവിൻ ശ്രേഷ്ഠ ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ ഇത് മാത്രമല്ല എൻ്റെ ഒരു അധ്യാപകനും കൂടെ ആണ്. ദൈവത്തിന് സ്തോത്രം. 95 കാലയളവിലെ ദൈവത്തിന് സ്തോത്രം. പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കുറച്ചേ പഠിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 4 പഠിക്കുവാൻ ഇടയായി. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർ ബഹുമാനി ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ സാറുമാരെ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പേ എനിക്ക് ഇവിടെ ഞായറാഴ്ച വൈകിട്ട് വന്ന ഭക്ഷ്യോത്സവം ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ അടുത്തൊരു
അതേ ദിവസങ്ങളും മറ്റിടത്തൊരു പ്രയർ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വിട്ടുവരാൻ പറ്റാത്തൊരു സന്ദർഭമായതുകൊണ്ടാണ് കടന്നു വരാൻ കഴിയാത്തത്. വന്നതെല്ലാം വളരെ അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയ്ക്കായി 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പത്രോസിന്റെ 2 ലേഖനങ്ങളാണ്. അതിലെ 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ദൈവജനത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ പ്രസംഗം, ഈ സന്ദേശം അനുഭവത്തിൽ കൂടെയാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും